ഇങ്ങോട്ട് ഇറങ്ങി വാ ആശാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങാനും ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. നിൽക്കുന്നു ബാലകൃഷ്ണൻ. പോടെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? എന്നെ കണ്ട് മാറിക്കളഞ്ഞു. അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണൻ? ഒന്നുമില്ല പത്താച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളെ എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടും ഇല്ലാണ്ട് 35,000 റുപ്യ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കോത്ത് താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ചെന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. ഹലോ, മൈ നെയിം ഈസ് റാംജി റാവ്. എന്തോന്നാ? റാംജി റാവ് സ്പീക്കിംഗ്. ഓക്കെ. അവൻ കട്ടി കളഞ്ഞല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കി. ഹലോ, റാംജി റാവ് സ്പീക്കിംഗ്. അത് പറഞ്ഞാണല്ലോ ആശാനെ. ചേടാ, റാംജി റാവു സ്പീക്കിംഗ്. സ്പീക്കിംഗ്. മിസ്റ്റർ ഉർമേഷ് തമ്പാൻ. യെസ്. നിങ്ങളുടെ മകൾ നിഷാമോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഗുഡ്, വെരി ഗുഡ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. എന്താ എന്ത് പറ്റി? നമ്പർ തെറ്റി നോക്കി. എന്തായി? എന്താ പറഞ്ഞേ? അയാൾ എന്തൊക്കെ പറയുന്നു? ഇവനൊന്നും ഉറക്കൂല്ലേ? മതാചേട്ടാ, ഞാൻ ഒന്നിനു പോയിട്ടെ. നമ്പർ കിട്ടിയോ? അതെ, അത് തന്നെയാ. 34523. ഹലോ, റാംജി റാവ് സ്പീക്കിംഗ്. അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം. നോക്കി. ശരിയാ, ഫോൺ ടാപ്പിയാണെന്നാ തോന്നുന്നത്. വേലയിറക്കരുത്. മര്യാദയ്ക്ക് നിങ്ങളത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാൻ? എന്തോ ഓഫ് ചെയ്യാൻ? നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാൻ. നിർത്തി. താനെന്തിനോ കറച്ചു പൂട്ടുന്നേ? തുറന്നേ. നേര് പറ, നിഷമോളെ എവിടെ? അതിന് സാർ എവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? നോണ, ഇവിടെ നീയും സാറും ഇവിടെ പലതും മറച്ചു വെക്കണുണ്ട്. സത്യം പറയണം, ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം കിഡ്നാപ്പ് നടന്നില്ലേ? അത് തന്നെ മറ്റുള്ളവർ പോയി പറ. ഞാനല്ലാതെ ഇതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറയാന്ന് വെച്ചാല് ടയർ 4 പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തോരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ നമ്മുടെ വായനലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ? ലോട്ടറി അടിച്ചോ? സാർ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ. കാലത്തേനും ധർമ്മക്കാരും കൂടെ എഴുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞേ? ബാ, ഇതൊക്കെ ഒന്ന് വെള്ള പൂശണം, പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്തുവരും വെച്ചത് പറഞ്ഞേ പറ. താൻ എന്തോടെ ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാ? സാറേ, ഇതിന് ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയി എവിടെ കൊണ്ടുപോണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ എന്തിനാ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ. തനിക്ക് ഈ വീട് ഇവിടെ ഇട്ടിട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് എന്താ വേണ്ടേ? ഞാൻ ആ വേഷങ്ങളൊക്കെ നോക്കുക. എന്താ വേണ്ടേ? എന്നോട് ചോദിച്ചാ പോരെ. എന്താ വേണ്ടേ?
നമുക്ക് വേണ്ട ആ 3 കള്ളന്മാരെ വേഷം. 3 കള്ളന്മാരെ വേഷം. ഞാൻ അഭിനയിച്ച നാടകത്തിനുണ്ടല്ലോ 3 കള്ളന്മാരെ വേഷം. ദേ, ദേ, ഇത് പറ്റും നോക്കി. ദേ, ദേ, ഇതിങ്ങനെ കണ്ണി വെക്കണത് കണ്ട. ഇത് കൊള്ളാം. ഇത് 3 എണ്ണം കാണും. ഉണ്ടാവും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടെന്നേ, ഇതൊരു മാതിരി കോമാളി വേഷം പോയിരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമ്മാനം ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് എന്തിനാ നമ്മള് വേഷം കൊടുക്കണേ? അയാൾ തുണിയെടുക്കണ്ട വരണേ. ഹാ, അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സമ്മാനമായിട്ട് ഓ, പോകുന്നു. കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും. അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ? എന്താ? ഈ രാജാപാർട്ടി വേഷമൊക്കെ ഇട്ട് അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേതാ? മറ്റേത് ഏത്? ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് 3 വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റത് പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല. ചുമ്മാ അല്ല ഉറവച്ചേറ്റ് തടച്ചു കൂട്ടിയത്. എന്താ? അല്ലെ മനുഷ്യന്മാരിടുന്ന വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി തീറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ആ, ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 കളി മതി. നിനക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാൽ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. തമാശക്കാരാ. നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ടാ? അല്ല, കോട്ട്. കോട്ട്? ബാലകൃഷ്ണ, ഇവിടെ ആരുമില്ലേ? മഞ്ഞ പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല, നിങ്ങളെ 3 ഇരട്ട. ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അതെ, 3 ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി. പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ ആ, 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കില്ല ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ ഇല്ലടാ, ഇവിടെ വന്ന് കുത്തിരിക്ക എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് ഇന്നേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കിരിക്കേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കറുകാലുകൾ എന്താ വലിയ ചില്ലിത്തെക്കിട്ട് പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. ചോളമാക്കും. എനിക്ക് അയാളെ കണ്ടാൽ തന്നെ ഭയങ്കര ദേഷ്യം. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. കേറ്. ഇതിലെ കണ്ടേ? ആ, കേറ്. ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം. ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും വീശ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. അയ്യോ, പെട്ടെന്ന് വിട്ടോ. അള്ള പറ്റിച്ചല്ലോ. നമ്മളെ ബാലകൃഷ്ണനല്ലേ? ബാലകൃഷ്ണ, എടാ നിങ്ങൾ ഓടണം. ഞാൻ പറഞ്ഞ സ്മൈലെ കൂട്ടാൻ പോയി സ്പീഡിൽ ഓടും ചെയ്യും. നിക്കാതെ ബാലകൃഷ്ണ, നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. നീ മനസ്സിലാക്കല്ലേ? എടാ, കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളെ അടുത്തുണ്ട്. കാറ് വിടാ, വിട്. കാറ് ടാക്സി എങ്കിലും ടാക്സി വിട്. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോ എപ്പോഴും നോക്കി ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. ഇത് തുറക്ക് മോനെ. ഡ്രൈവർ സോറി, ഇത് തുറക്കാൻ സ്മാനെ. ഒന്നാമത് തള്ളി അടുക്ക പോ. വിട് വിട. എന്താ കളിക്കാൻ? വിട്. അല്ലോ,